ഹലോ, നമുക്കിന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നോക്കാം. ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, എല്ലാ ഷോർട്ട് കട്ട് മെത്തേഡ്സിലും എല്ലാ ചാപ്റ്ററിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സിലും നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വെച്ചുള്ള കണക്ക് വെച്ചാണ് ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സ് മര്യാദയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ സംഭവങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ മാത്രമല്ല ഇനിയും വരുന്ന ചാപ്റ്റർ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ്, വർക്ക് ആൻഡ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനത്തെ എല്ലാ ചാപ്റ്ററിലും ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ ചാപ്റ്റർ കൊണ്ട് എപ്പോഴും പഠിച്ച് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സംഭവം റിലേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ A/B = 7:9 എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ അവർ കാണിക്കുകയാണ്. എയും ബിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ഉം 9ഉം 7ഉം 9ഉം തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് എയും ബിക്കുള്ള റിലേഷൻ. അപ്പോൾ ഇവിടെ എയും ബിയും എന്താണോ അതെന്ന് പറഞ്ഞാൽ 7:9 ആണ്. ഓക്കെ, സോ 7:9 തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് A/Bയും തമ്മിലുള്ള റിലേഷൻ. അതുപോലെയാണ് B/C 15:7. അപ്പോൾ 15:7. അപ്പോൾ അത് പറഞ്ഞാൽ റിലേഷനാണ് കാണിക്കുന്നത് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ. സോ ഇത് വേറെ രീതിയിൽ A/B = 7:9 നമുക്ക് വേറെ രീതിയിൽ എഴുതാം. A/B = 7/9 എന്നും കൂടി നമുക്ക് എഴുതാം. അതായത് A/B = 7/9 അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ B/A = 9/7 അങ്ങനെയും ഇത് മനസ്സിലാക്കിയെടുക്കാം. സോ ഞാൻ അധികം തിയറിയിലേക്ക് ഞാൻ പോകണില്ല, നമുക്ക് പ്രോബ്ലം ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. സോ പ്രോബ്ലം ചെയ്ത് നമുക്ക് തിയറി കോൺസെപ്റ്റ്സ് അപ്പോൾ വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ A/Bയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, B/Cയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അവർ A/C ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ A/C ഡയറക്റ്റ് റേഷ്യോ തന്നിട്ടില്ല. ഇപ്പോൾ A/C ഡയറക്റ്റ് റേഷ്യോ കിട്ടണമെങ്കിൽ നമ്മൾ A/B/C കണ്ടുപിടിച്ചാൽ നമുക്ക് A/C കിട്ടും. A/B/C കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് A/C റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ A/B/C എങ്ങനെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം? അതിനൊരു ചെറിയൊരു ട്രിക്ക് മെത്തേഡ് ഉണ്ട്. നമ്മൾ ആദ്യം A/B/C എന്ന് എഴുതാം. എന്നിട്ട് എയുടെ അടിയിൽ നമ്മൾ എയുടെ ആദ്യത്തെ റേഷ്യോ എഴുതാം. എയുടെ ആദ്യത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7 ആണ്. ബിയുടെ അവിടെ എന്ന് പറഞ്ഞാൽ 9 എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ B/C നോക്കും. ബിയുടെ അടിയിൽ എന്നിട്ട് 15 ആണ്. 15 എഴുതും. എന്നിട്ട് സിയുടെ അടിയിൽ 7 എഴുതും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 തന്നെ നമ്മൾ ഇപ്പുറത്തേക്കോട്ട് കോപ്പി ചെയ്യും. അപ്പോൾ സിയുടെ അടിയിൽ 9 എഴുതാം. ഈ 15 ഇപ്പുറത്തോട്ട് നമ്മൾ കോപ്പി ചെയ്യും. അപ്പോൾ എയുടെ അടിയിൽ വീണ്ടും ഒരു 15 വരും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡയറക്ഷൻ നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ 7 × 15 നമ്മൾ ഇവിടെ എഴുതും. 7 × 15 എന്ന് പറഞ്ഞാൽ 70 + 35 ആണ്. അപ്പോൾ 105. ആൻഡ് 9 × 15 ചെയ്യും. 9 × 15 എന്ന് പറഞ്ഞാൽ 90 + 45 135. ആൻഡ് 9 × 7 63. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A/B/Cയുടെ റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് A/B/Cയുടെ റേഷ്യോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ ആദ്യം ഈ 7:9 ഇവിടെ എഴുതി, B/Cയുടെ 15:7 ഇവിടെ എഴുതി. എന്നിട്ട് മിസ്സിങ് വാല്യൂ എന്താണ്? അപ്പോൾ ഇവിടെ സിയുടെ അവിടെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 9 എടുത്ത് ബിയുടെ അവിടെ തൊട്ട് ഇപ്പുറത്തുള്ള സാധനം എടുത്ത് ഇവിടേക്ക് എഴുതി. ഈ 15 എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതി. ഓക്കെ, എന്നിട്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും, താഴോട്ട് മൾട്ടിപ്ലൈ. ഈ സംഭവമാണ്, ഈ ലാസ്റ്റ് കിട്ടിയ സാധനമാണ് A/B/C. ഇത് ഇന്ന് അവർ എന്തിട്ട് ചോദിച്ചാൽ അവർ A/C ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസ് മതി. 105:63 ആണ് A/C. A/C എന്ന് പറഞ്ഞാൽ 105:63. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആദ്യം ബൈ 7 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 15:9 കിട്ടും. വീണ്ടും നമുക്കൊരു 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്തു. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡ് ഡിവൈഡ് ചെയ്യണം. ഞാൻ 105 എന്താ പറയുക 7 വെച്ച് ഡിവൈഡ് ചെയ്തു, എനിക്ക് 15 കിട്ടി. അപ്പോൾ ഞാൻ 63ഉം 7 തന്നെ വെച്ച് ഡിവൈഡ് ചെയ്യണം. റേഷ്യോയിൽ നമ്മൾ എന്ത് പുറത്ത് ചെയ്യണം സാധനം അപ്പുറത്തും ചെയ്യണം. അപ്പോൾ ഒരു സൈഡെങ്കിൽ 7ഉം മറ്റേ സൈഡ് 9 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 15/9 കിട്ടി. വീണ്ടും 15ഉം 9ഉം ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു, 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 5:3 കിട്ടി. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. A/C എന്ന് പറഞ്ഞാൽ 5:3 ആണ്. ഇതെനിക്ക് വേറെ രീതിയിലും എഴുതാം. 105:63 എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഫ്രാക്ഷനായിട്ടും എഴുതാം. ഇപ്പോൾ 105/63 എന്നും എഴുതാം. ഇങ്ങനെ ചെയ്താലും പോലും എനിക്ക് 5/3 ലാസ്റ്റിൽ കിട്ടും. ഓക്കെ, 5:3 എന്ന് പറഞ്ഞാൽ 5/3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, if x = 1/3y and y = 1/2z, then x is to y is z. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റേഷ്യോ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ തന്നേക്കുവാണ്. x = 1/3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കിട്ടണമെങ്കിൽ എക്സിൻ്റെ മൈൻഡ് റിലേഷൻ അറിയണം. കാരണം അവർ x is to y ചോദിച്ചു. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെയും അറിയണം, വൈയുടെ ഇസഡിൻ്റെ അറിയണം.
ഞാൻ പറഞ്ഞു എക്സ് ഡിവൈഡഡ് ബൈ വൈ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ടു വൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ബൈ വൈ കിട്ടണമെങ്കിൽ എന്താ, നമ്മൾ ആദ്യത്തെ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. ഇവിടെ എക്സ് ഈക്വൽ ടു 1/3 വൈ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു y/3 അല്ലേ. ഇതിൽ നിന്ന് എക്സ് ബൈ വൈ നമുക്ക് സിമ്പിളി എടുത്താൽ മതി. എക്സ് ബൈ വൈ എന്ന് പറയുന്നത് തൊട്ട് 1/3 ആണ്. കാരണം ഈ വൈ പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/3 ആണ് വേണ്ടത്. അപ്പോൾ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അതായത് എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 1:3 ആണ്. അതുപോലെ തന്നെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ വൈ ബൈ ഇസഡ് എന്താണ്, 1/2 ആണ്. നമുക്ക് 3 റേഷ്യോ കിട്ടി, അല്ല 2 റേഷ്യോ കിട്ടി. എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞാൽ 1:3 വൈ ഇസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ 1:2 ആണ്. ഇപ്പോൾ നമുക്കിനി ഡയറക്റ്റ് റേഷ്യോ എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇസഡ് കണ്ടുപിടിച്ചാൽ മതി. സിമ്പിളായിട്ട് നമ്മൾ മുമ്പത്തെ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യേണ്ട. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ, ഇതായിരുന്നു കഴിഞ്ഞ പ്രോബ്ലം. ഈ പ്രോബ്ലം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമ്പറുകൾ കുറച്ച് വലിയ നമ്പറുകളാണ്. 7:9, 15:7. നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇസ് ടു വൈ 1:3 വൈ ഇസ് ടു ഇസഡ് 1:2 ആണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ഇച്ചിരി ചെറിയ നമ്പേഴ്സാണ്. ഇവിടെ ഒരു വേറൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ ആ ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് ഈ ഡയറക്റ്റ് എക്സ് ഇസ് ടു വൈ ടു ഇസഡിൻ്റെ ഡയറക്റ്റ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ എക്സ് ഇസ് ടു വൈ കണ്ടുപിടിക്കണം, വൈ ഇസ് ടു ഇസഡും കണ്ടുപിടിക്കണം. നമുക്ക് എക്സ് ഇസ് ടു വൈയും വൈ ഇസ് ടു ഇസഡും കിട്ടി. എക്സ് ഇസ് ടു വൈ 1:3 കിട്ടി, വൈ ഇസ് ടു ഇസഡ് 1:2 കിട്ടി. ഈ ഡയറക്റ്റ് റേഷ്യോ എഴുതണമെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഈ 2 റേഷ്യോയിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ നോക്കണം, കോമൺ ആയിട്ട് ഒരു ലിങ്കിങ് നമ്പർ നോക്കണം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാണ്, വൈ ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. ഈ റേഷ്യോയിലും ഓക്കെ, മുകളിലത്തെ റേഷ്യോയിലും അടിയിലത്തെ റേഷ്യോയിലും കോമൺ ആയിട്ടുള്ളത് ഈ ഒരു വൈ ടേം ആണ്. എക്സ് ഇസ് ടു വൈയിലും വൈ ഉണ്ട്, വൈ ഇസ് ടു ഇസഡിലും ഒരു വൈ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വൈ ഒന്ന് സെയിം ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വൈയും ഈ റേഷ്യോയിലെ വൈയും സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ സ്റ്റെപ്പിൽ എക്സ് ഇസ് ടു വൈ ഇസ് ടു ഇസഡ് എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ റേഷ്യോയിൽ വൈ 3 ആണ്, പക്ഷേ ഇവിടുത്തെ റേഷ്യോയിൽ വൈ 1 ആണ്, 1 യൂണിറ്റ് ആണ്. ഇവിടെ 3 യൂണിറ്റ് ആണ്, ഇവിടെ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 3 യൂണിറ്റ് എങ്ങനെയാക്കണേ, ഇവിടെ 1 ആണ്. ഈ 1 3 ആക്കി കഴിഞ്ഞാൽ വൈയും രണ്ടും സെയിം ആവും. ഈ 1 3 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സിംപ്ലി ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ ഈ മൊത്തം സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്താൽ മതി. ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 3 രണ്ട് സൈഡും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്രാക്ഷന് ഡിഫറൻസ് വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ 1:2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. 1:2 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മുകളിൽ ഇൻറ്റു 3 ചെയ്ത് അടിയിലും ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി അതിന് മാറ്റം വരില്ല, ഫ്രാക്ഷൻ സെയിം തന്നെ ആയിരിക്കുള്ളൂ. 3/6 എന്ന് വരും. 3/6 എന്ന് തൊട്ടാൽ 1/2 തന്നെയാണ് 3/6. നമ്മളത് വേറെ രീതിയിൽ എഴുതിയെന്നുള്ളൂ. 3/6 1/2 തന്നെയാണ്. അതായത് നമ്മൾ മുകളിലും അടിയിലും സെയിം നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ഫ്രാക്ഷൻ വ്യത്യാസം വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ സൈഡ് മാത്രം നമുക്ക് 1:2 നമുക്ക് 1ഉം 2ഉം 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ, y is to z 3:6 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ y 3 ആണ് അല്ലേ, x is to y എന്നാൽ 1:3. ഇവിടുത്തെ y എന്തിട്ടാ, ഇവിടുത്തെ y-യും 3 ആണ്. ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് ഈ 2 റേഷ്യോ നമുക്ക് നേരിട്ട് ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. അപ്പോൾ 1:3:6 എന്ന് കിട്ടും. 1:3:6 എന്ന് കിട്ടും അല്ലേ. ഇവിടുത്തെ എക്സിൻ്റെ 1ഉം y രണ്ടിലും സെയിം ആണല്ലോ, രണ്ടിലും 3 ആണ്. 3:6, z 6 ആണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ 1:3:6 ആണ്. നമുക്കിത് മറ്റേ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റെപ്പ് വെച്ചും ചെയ്യാം. എക്സ് വൈ സെഡ് ഇങ്ങനെ ആദ്യം എഴുതിയിട്ട് അടിയിൽ 1:3 ഇവിടെ എഴുതാം. എന്നിട്ട് വൈയുടെ അടിയിൽ 1:2 എന്ന് എഴുതാം. ഈ 3 ഇപ്പോഴത്തേക്ക് എഴുതാം, 1 എടുത്ത് ഇപ്പോഴത്തേക്ക് എഴുതാം. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, 1:3:6 തന്നെ കിട്ടും. പക്ഷേ എനിക്കെല്ലാം എളുപ്പം, നിങ്ങൾക്ക് എളുപ്പം ഇതാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്തോ, ടൈം വെച്ചോ. ഇതാണോ നിങ്ങൾക്ക് പെട്ടെന്ന്, ഞാനിപ്പോൾ കുറേ നമ്മൾ ഫ്രാക്ഷൻസ് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് സിമ്പിളായിട്ട് ലിങ്ക് ചെയ്തെടുക്കാം. അതായത് കോമൺ ടേം, ഇവിടെ വൈയും കോമൺ ആണ്, ഇവിടെയും വൈയും കോമൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. P:Q എന്ന് പറഞ്ഞാൽ R:S തന്നെയാണ്, അതും തന്നെയാണ് T:U റേഷ്യോ, അതും തൊട്ട് 2/3 ആണ്. അപ്പോൾ ഇവിടെ പിയും ക്യൂയും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ആറിനും എസിനും തമ്മിലുള്ള റിലേഷൻ, അതും തന്നെയാണ് ടിയും യുവും തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ എന്താണ്, 2:3 ആണ്. അപ്പോൾ അവർ ചോദിക്കണം MP + NR + OT = MQ + NS + OU എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ MP
എൻ ആർ ഉണ്ട്, ഒ ടി ഉണ്ട്. ഇവിടെ പി എം എന്താണെന്നറിയില്ല, എൻ എന്താണെന്നറിയില്ല, ഒ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ബോധറേണ്ട. പക്ഷേ പി ആറും ടിയും നമുക്കിവിടെ ഉണ്ട്. പി ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, ആൻഡ് ടി ഇവിടെ ഉണ്ട്. അതെന്തിട്ടാണ്? അത് 2 യൂണിറ്റ്സ് ആണ്. എല്ലാം 2 യൂണിറ്റ്സ് ആണ്. മറ്റേ 3 യൂണിറ്റ്സ് ആണ്, ഇത് 2 യൂണിറ്റ്സ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് പിയുടെ അവിടെ 2ഉം ആറിൻ്റെ അവിടെ 2ഉം ടിയുടെ അവിടെ 2 ഇട്ട് കൊടുക്കും. കാരണം എന്താ? ഈ P/Qയിൽ പി ആണല്ലോ ആദ്യത്തെ നമ്പർ, ആറാണ് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ, ടി ആണ് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ. അതാണ് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ 2. എല്ലാത്തിലും 2 ഇട്ട് കൊടുക്കാം നമുക്ക്. 2m + 2n + 2o എന്ന് കിട്ടും. അടുത്ത നമ്പർ നോക്കുക. MNO അറിയില്ല, പക്ഷേ QSOU അറിയാം. QSU എന്താണ്? 3 യൂണിറ്റ്സ് ആണ്. നമുക്ക് അത് 3 ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഈ സിമ്പിൾ, റേഷ്യോയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ്റെ സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ഈ റേഷ്യോ ഇങ്ങനെ നമുക്ക് കിട്ടും. 2m + 2n + 2o. ഇത് 20 അല്ല കേട്ടോ, 2o ആണ്. 3m + 3n + 3o. മുകളിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കാം, അടിയിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുക്കാം. ഇത് ഈക്വൽ ടു മുകളിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ 2 പുറത്തേക്ക് വരും, അടിയിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ 3 പുറത്തേക്ക് വരും. 2/3 പുറത്തേക്ക് എടുക്കാം മൊത്തത്തിൽ. ഇപ്പം എന്ത് വരും? ഉള്ളിൽ m + n + o വരും, അടിയിൽ m + n + o രണ്ടും ക്യാൻസലാവും. ഇവിടെ 1 വരും. അപ്പോൾ എന്താ ഫൈനൽ ഫ്രാക്ഷൻ എന്താ? 2/3. 2/3 എന്ന് പറഞ്ഞാൽ 2:3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചാണ് സോൾവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A/B = C/D EF 1:2. ഓക്കെ, നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഏകദേശം. ഇവിടെ എയുടെ അവിടെ ഇവിടെ എ എന്നിട്ടാണ് A1 ആണ്, 1 യൂണിറ്റ് ആണ്. എയുടെ അവിടെ 1 യൂണിറ്റ്, സിയുടെ അവിടെ 1 യൂണിറ്റ്, ഇയുടെ അവിടെ വീണ്ടും 1 യൂണിറ്റ്, ആൻഡ് ഇവിടെ ബിയുടെ അവിടെ 2 യൂണിറ്റ്സ്, ഡിയുടെ അവിടെ 2 യൂണിറ്റ്സ് ഇട്ട് കൊടുക്കുക, എഫിൻ്റെ അവിടെയും 2 യൂണിറ്റ്സ് ഇട്ട് കൊടുക്കുക. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാം നമുക്ക് നോക്കാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P + Q + R / 2P + 2Q + 2R എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 1 കോമൺ ആയിട്ട് എടുക്കാം, ഈ അടിയിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 1/2 പുറത്തേക്ക് വരും. അകത്തപ്പം എന്ത് വരും? P + Q + R ഇവിടെയും വരും, P + Q + R ഇവിടെയും വരും. അത് ക്യാൻസലാവും. അപ്പോൾ നമുക്ക് ഫൈനൽ ഫ്രാക്ഷൻ 1:2 ആണ്. സിമ്പിൾ, നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ x/y 3:1 ആണ്. അപ്പോൾ x³ - y³ x³ + y³ എത്രയാണ്? ഈ ക്വസ്റ്റ്യനിലും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ x/y 3:1 ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ x-ന് 3ഉം y-ക്ക് 1 ഇട്ട് കൊടുക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ x-ന് 3 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 3³ y-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ -1³ 3³ 27 ആണ് അല്ലേ? 1³ എത്രയാണ്? 1 ആണ്. 27 - 1 റേഷ്യോ അല്ലേ? x³ എത്രയാണ്? 27 പ്ലസ് y³ 1³ + 1. അപ്പോൾ ഇതാണ്, ഇത് സോൾവ് ചെയ്താൽ മതി. 27 - 1 26 ആണ്, ഡിവൈഡഡ് ബൈ 28. ഇപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുക 13/14 വരും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഓക്കെ, ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് പ്രൊപ്പോർഷണൽ 0.12, 0.21, 8. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 3 നമ്പർ പ്രൊപ്പോർഷണലി എഴുതുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ 0.12 എഴുതി, അതിൻ്റെ റേഷ്യോ എന്തുട്ടാ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 3 നമ്പർ അതേ ഓർഡറിൽ എഴുതാണ്. ഇത് 0.12 ആദ്യം എഴുതി, ആൻഡ് ദെൻ 0.21 വീണ്ടും അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് എഴുതി. അത് ഈക്വൽ ടു 8 എന്തോ ഒരു നമ്പർ. ഇതാണ് ഫോർത്ത്. ഇതിനെയാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പ്രൊപ്പോർഷനിലാണ്, അതായത് ബാക്കിയെല്ലാം കറക്റ്റ് ഓർഡറിലാണ്. അപ്പോൾ ഈ 4ാമത്തെ നമ്പർ എന്താണെന്ന് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ വീണ്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഡെസിമൽ മാറ്റാം. അത് തന്നെ ഈ ഡെസിമൽ ഒഴിവാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലം കുറച്ചും കൂടി എളുപ്പമാകും. ഡെസിമൽ ഒഴിവാക്കാൻ ഇവിടെ ഒന്നുമില്ല. ഇതും 100 മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് 100 മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡും 100 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. 12:21 എന്ന് കിട്ടും. 12:21 വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 7 വരും. ഓക്കെ, സോ ഇതാണെന്ത് 8 നമുക്കറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇത് സോൾവ് ചെയ്യാൻ പ്രൊപ്പോർഷണലിൻ്റെ അടുത്തൊരു ട്രിക്കാണ്.
ഉള്ളിലുള്ള പ്രൊപ്പോർഷണൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് 7 × 8 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, അത് ഈക്വൽ ടു പുറത്തുള്ള പ്രൊപ്പോർഷണലുടെ പ്രോഡക്റ്റ് തന്നെയാണ്, ഈക്വൽ ആയിരിക്കും. ഉള്ളിലുള്ള പ്രോഡക്റ്റും പുറത്തുള്ള പ്രോഡക്ട്സും ഈക്വൽ ആയിരിക്കും ഒരു പ്രൊപ്പോർഷൻ, ഒരു ഇങ്ങനെ ഒരു റേഷ്യോയിൽ എഴുതുമ്പോൾ. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 7:8 ഈക്വൽ ടു 4:= x എന്നിടാം, 4:x എന്നാണ്. ഇപ്പോൾ 7:8 എത്രയാണ്, 56 അല്ലേ. 56 എന്താണ്, 4:? എക്സ് ആണ്, അപ്പോൾ 4x. അപ്പോൾ 4x = 56. അപ്പോൾ x എന്താണ്, x എന്ന് പറഞ്ഞാൽ 56 / 4 14. ആൻസർ 14 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ 2:1.5 is to 2:0.5 the same as. ഇപ്പോൾ 2:1.5 ഈ is to 2:0.5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഡിവിഷനായിട്ട് എഴുതണം. ഈ റേഷ്യോ നമുക്ക് ഡിവിഷനായിട്ട് എഴുതാം. അപ്പോൾ 2⁻1.5 റേഷ്യോ ഇത് ഡിവിഷനാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, ഡിവൈഡഡ് ബൈ 2.5 പവറുകൾ, അതായത് ഇപ്പോൾ ഇതൊരു പവറാണ്, ഇതൊരു പവറാണ്. പവറുകളുടെ ബേസ് ഈ 2 ആണ് ഇവിടുത്തെ ബേസ്, സെയിം ആണെങ്കിൽ ഓക്കെ, അതിൻ്റെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി സബ്ട്രാക്ട് ചെയ്യാം, മൈനസ് ചെയ്യാം, അതിൻ്റെ പവറുകളെ മൈനസ് ചെയ്യാം. സോ 2 ബേസ് സെയിം ആയിരിക്കണം, അതാണ് ഇവിടുത്തെ റൂള്. ഇപ്പോൾ ഇവിടെ ബേസ് സെയിം ആണ്, രണ്ടും 2 ആണ്. അപ്പോൾ 2⁻1.5 ഡിവൈഡ് ബൈ 2⁻0.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 പവർ എന്ത് വരും, 1.5 - 0.5 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ 2 ആണ് ആൻസർ. അപ്പോൾ നമ്മൾ 2 മാത്രമായിട്ട് വരുമ്പോൾ നമ്മളത് എങ്ങനെയാണ് റേഷ്യോയിൽ എഴുതണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആണെങ്കിൽ പോലും എല്ലാ നമ്പറും ഇപ്പോൾ 5, 6, 7, 2 ഏതായാലും അതിൻ്റെ അടിയിലൊരു ഡിവൈഡഡ് ബൈ 1 ഉണ്ട്. കാരണം ഏത് നമ്പർ 1 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ നമ്പർ തന്നെ കിട്ടണേ. പക്ഷേ അതുകൊണ്ട് നമ്മൾ 1 എഴുതാറില്ല. പക്ഷേ ഈ 2യുടെ അടിയിലൊരു 1 ഉണ്ട്. 2 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 2:1 എന്നാണ് എൻ്റെ അർത്ഥം. സോ ഇവിടുത്തെ റേഷ്യോ 2:1 ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ ആൻസർ. പിന്നെ ഈ ഇതിപ്പോൾ ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ, അതായത് 2⁻3 × 2⁴ എന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2⁻3 + 4, 3 + 4 7 ആണ്. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. സോ ഇത് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ. ഇത് ഈ ചാപ്റ്റർ നമുക്ക് പിന്നീട് ഞാൻ വീഡിയോ ഉണ്ടാക്കും. ഈ പവേഴ്സിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എമ്മും എന്നും റേഷ്യോ എന്നിട്ട് 3:2. അപ്പോൾ 4m + 5n 4m - 5n. അപ്പോൾ അഗൈൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എമ്മും എന്നും ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എമ്മിന് 3 ഇട്ട് കൊടുക്കുക, എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് മെൻ്റലി സോൾവ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ 4ന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 12 വരും. എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 വരും. 12 + 10 എന്ന് പറഞ്ഞാൽ 22 അല്ലേ. 22 ഇവിടെ വീണ്ടും 12 - 10. 12 - 10 എത്രയാണ്, 2. അപ്പോൾ 11:1 അല്ലേ. അതാണ് അവിടുത്തെ ആൻസർ. മെൻ്റൽ മാത്സ് വെച്ച് ഇതൊക്കെ ആക്ച്വലി മുൻപ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ഇങ്ങനത്തെ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇത് ബേസിക്സിന് വേണ്ടിയാണ് ഞാൻ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാണ്. എന്തായാലും ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. A/B = 3:4, B/C = 5:7, C/D = ഇപ്പോൾ ഇവിടെ 3 റേഷ്യോ തന്നിട്ടുണ്ട്. A/D ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാം. ഇപ്പോൾ A/B C/D കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A/D കിട്ടും. ഇപ്പോൾ ഇവിടെ ആദ്യം ABCD നമുക്ക് എഴുതാം. എയുടെ അടിയിൽ എന്നിട്ട് 3 എഴുതാം, ബിയുടെ അടിയിൽ 4 എഴുതാം അല്ലേ. എന്നിട്ട് ഇവിടെ B/C 5 ആണ്. അപ്പോൾ ബിയുടെ അടിയിൽ വീണ്ടും 5 എഴുതാം, സിയുടെ അടിയിൽ 7 എഴുതാം, സിയുടെ അടിയിൽ വീണ്ടും 8 എഴുതാം, ആൻഡ് ഡിയുടെ അവിടെ 9 എഴുതാം. ഓക്കെ, സോ ഇനി ഇവിടെ എന്ത് നമ്പറാണോ അത് ഇവിടെ എഴുതാം. 4 അത് തന്നെ ഇവിടെയും എഴുതാം, 4. ഓക്കെ, ഇവിടെ 7 എഴുതാം, ഇവിടെ 5 എഴുതാം, ഇവിടെ 8, ഇവിടെയും 8. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. ഇപ്പം 5ഉം 8ഉം 40 40ഉം 3ഉം 120. 40ഉം 4ഉം 160. ഇവിടെ 30. ഇവിടെ ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഓക്കെ, സെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 33
56 അല്ല 32 24 സോറി. ആൻഡ് 4 into 7 is 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 7 63 into 4 എന്ന് പറഞ്ഞാൽ 240 plus 252 കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് A/D ആണ്. അപ്പോൾ ഇവിടെ A ഇത് കിട്ടി, D ഇത് കിട്ടി. 120:252. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 6 ചെയ്യാം. ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ ഇവിടെ 20 വരും. ഇവിടെ 6 ചെയ്യുമ്പോൾ നമുക്ക് 4 2 42 21 അല്ലേ, 10/21 ഇവിടുത്തെ ആൻസർ. സോ ഈ ക്വസ്റ്റ്യനിൽ A/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/9:1/3 എന്ന് പറഞ്ഞു. സോ ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് റേഷ്യോ തന്നേക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇവിടെ A/B എന്ന് പറഞ്ഞാൽ 3:4 ഹോൾ നമ്പറായിട്ടാണ് ഇവിടെ റേഷ്യോ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ റേഷ്യോയിൽ ഫ്രാക്ഷൻസ് ഉണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ റേഷ്യോ സിമ്പിൾ നമ്മൾ ഡിവൈഷനായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ A/B = 2/9:1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. A/B = 2/9 divided by 1/3. 2/9 divided by 1/3 എന്ന് പറഞ്ഞാൽ 2/9 ഹോൾ ഡിവൈഡഡ് ബൈ 1/3. ഇപ്പോൾ കുറേ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അടിയിലത്തെ സംഭവത്തിൻ്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 2/9 into 1/3 അല്ല, പക്ഷേ 3/1 എന്ന് വരും അല്ലേ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. ഇപ്പോൾ 2/3 എന്ന് വരും. അപ്പോൾ ഇത് 2/3 എന്ന് വരും. അപ്പോൾ A/B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുക? 2/3 ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് B/C എന്ന് പറഞ്ഞാൽ 2/7 divided by 5/14. അതായത് 2/7 into 14/5. 14/5 ഇത് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഇത് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യും, 2 വരും. ഇപ്പോൾ 4/5 എന്ന് വരും. നോക്കുകയാണെങ്കിൽ D/C. സോ ഇവിടെ നിങ്ങളൊരു പെട്ടെന്ന് ഇവിടെ AB ആണ്, ഇവിടെ BC ആണ്, ഇവിടെ CD അല്ല, ഇവിടെ D/C ആണ്. ഇത് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ആദ്യം ചെയ്തപ്പോൾ ഞാൻ A/B ഇതാണ്, B/C ഇതാണ്, പക്ഷേ ഇവിടെ ഞാൻ C/D വെച്ച് ചെയ്തത്. എനിക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടായില്ല. ഞാൻ പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോഴാണ് ഇത് D/C ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ട് D/C ആണ്, C/D അല്ല. അപ്പോൾ D/C ഇവിടെ എന്താണ്? 7/10 divided by 3/5. അപ്പോൾ 7/10 into 5/3. അപ്പോൾ ഇതൊരു 7/6 എന്ന് വരും. അപ്പോൾ നമുക്ക് 3 റേഷ്യോ ഇട്ട് AB, BC, DC ആണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ D/C 7/6 ആണെങ്കിൽ C/D എന്തായിരിക്കും? C/D 6:7 ആയിരിക്കും. അപ്പോൾ നമ്മൾ മറ്റേ മാതിരി എഴുതുമ്പോൾ Aയുടെ അടിയിൽ 2, Bയുടെ അടിയിൽ 3, Bയുടെ അടിയിൽ വീണ്ടും 4, Cയുടെ അടിയിൽ 5, പിന്നെ ഇവിടെ 6, 7 എന്ന് വരും. സോ ഇവിടെ നമുക്ക് 3, ഇവിടെയും 3, ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 6 എഴുതാം. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 into 6 48 അല്ലേ. 12 into 6 എത്രയാണ്? 72. 15 into 6 90. ഇവിടെ 15 into 7 105. സോ ഇതെല്ലാം നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. 3 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 24, ഇവിടെ 13 വരും. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. സോ ഇതോടെ നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി വീണ്ടും നിങ്ങളിപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. സോ ഈ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ. സോ ഇനി അടുത്ത തവണ കാണുന്നവരെ ഗുഡ് ബൈ.